ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് ടയർ ഹഗ്ഗർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് NS ടയർ ഹഗ്ഗർ. ഇത് സ്റ്റോക്കാണ് ടയർ ഹഗ്ഗറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഊരിയതാണ്. അപ്പോൾ ഇപ്പം മഴക്കാലമായതുകൊണ്ട് തിരിച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്തെല്ലാം മഴ പെയ്യാണ്, അപ്പോൾ വോയിസിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ ഒട്ടും പ്രാക്ടിക്കൽ അല്ല ഈ ലുക്ക്. ഈ ലുക്ക് വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ പുറകെ വന്ന വണ്ടിക്കാരൻ മേത്തേക്ക് ചെളി തെറിക്കും. അപ്പോൾ നമ്മൾ കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് മോശമല്ലേ. ഈ ടയർ ഹഗ്ഗർ സെറ്റ് ചെയ്യാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഒരു 6 mm അല്ലെങ്കിൽ ആണ്. ഈ ഒരു ടൂള് മാത്രം മതി നമുക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണ പ്രൊസീജിയറിലേക്ക് പോകാം. സെറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ടയർ ഹഗ്ഗർ ആ 2 ഗ്യാപ്പിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ആ 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ ഹഗ്ഗർ സെറ്റാവും. അത്രമാത്രമേ ഉള്ളൂ, സിമ്പിളായ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 2 അല്ലെങ്കിൽ ബോൾട്ടും സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ചെയ്യാനില്ല. ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഇതൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടും നമ്മൾ ഒരുമിച്ച് ടൈറ്റ് കൊടുക്കണം. ഒരെണ്ണം ഫുൾ ടൈറ്റ് ചെയ്തിട്ട് അടുത്ത ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ രണ്ടും ഒരുപോലെ തന്നെ ടൈറ്റ് കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഇനിയിപ്പോൾ വണ്ടിയുടെ ഫുള്ള് ലുക്ക് എന്ന് പറയണത്. എന്തായാലും നന്നായി. എന്തായാലും ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഞാനത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടയർ ഹഗ്ഗർ തിരിച്ചു ഊരി വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു ലുക്ക് തന്നെയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് തന്നെ. പിന്നെ ഇത് ചെയ്തത് നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ എപ്പോഴും വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ ചിലപ്പോൾ കിറുക്കം തൂക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വെറുതെ തന്നെ നമ്മളായിട്ട് പൈസ അവർക്ക് കൊണ്ടേ കൊടുക്കുന്നത്.